ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ യുഎയിലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിലെ ടീച്ചിങ് റിക്രൂട്ട്മെന്റിനെ കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ആ വീഡിയോയ്ക്ക് ഒരു അപ്ഡേറ്റ് ആണ് നൽകുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ വീഡിയോസിന്റെ കമന്റുകളിലൂടെയും പേഴ്സണലായിട്ടും മെസ്സേജ് അയച്ച് പലരും ചോദിച്ചൊരു കാര്യമാണ് എന്നാണ് MOയിലെ ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാ ഒരു സന്തോഷ വാർത്ത. യുഎയിലെ MOയിലെ ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റ് കറന്റ്ലി റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഈ റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നാട്ടിൽ നിന്നും നിങ്ങൾക്ക് ഈ ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് അപ്ലൈ ചെയ്യുക. യുഎയിലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഒഫീഷ്യൽ ജോബ് പോർട്ടലിൽ കറന്റ്ലി 5 സബ്ജക്റ്റിലേക്കുള്ള ടീച്ചിങ് വേക്കൻസീസ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ വേക്കൻസീസ് ഓൾ ഓവർ UAE ആണ്, സ്പെസിഫിക്കലി ഒരു എമിറേറ്റിലേക്കല്ല. ഓൾ ഓവർ UAE ഉള്ള സ്കൂളുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിനുള്ള വേക്കൻസീസ് ആണ് ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കറന്റ് വേക്കൻസീസ് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിലേക്കാണ്. ഈ പറഞ്ഞ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുവാനായിട്ട് ടീച്ചേഴ്സിന് വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. യുഎയിലെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നിങ്ങൾ careers.esc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിനുശേഷം ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സെർച്ച് ജോബ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ട് പ്രധാനമായിട്ടും 5 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തേത് കെമിസ്ട്രി ടീച്ചർ. നമുക്ക് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കെമിസ്ട്രി ടീച്ചറായിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിഗ്രിയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് BEdോ PGC പോലെയുള്ള മറ്റേതെങ്കിലും ടീച്ചിങ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് 3 വർഷത്തെ ഫുൾ ടൈം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടാകണം. നോൺ UAE നാഷണൽസിന് 3 വർഷത്തിൽ കുറയാത്ത ഫുൾ ടൈം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടാകണം. 2 വർഷത്തെ ഫുൾ ടൈം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർ, അതായത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് മതിയാവും. അതായത് BEd, MEd, PGCE അതുപോലെയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് മതിയാകും. ഇനി ഇത് കൂടാതെ ഈ ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യുന്നവർക്ക് ചില ലൈസൻസുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ലഭിക്കും. അതായത് UAEയിലെ ടീച്ചിങ് ലൈസൻസ്, അല്ലെങ്കിൽ UKയുടെ QTS, അയർലൻഡിന്റെ ലൈസൻസ്, പിന്നെ കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിലെ ടീച്ചിങ് ലൈസൻസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രിഫറൻസ് ലഭിക്കും. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് IELTS സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടും, അതായത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യുന്നതിനുള്ള IELTS സർട്ടിഫിക്കറ്റ്. പക്ഷെ ഇവിടെ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോബിന് കയറിയതിന് ശേഷം 6 മാസത്തിനുള്ളിൽ മാത്രം നിങ്ങൾക്ക് ഈ IELTSന്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. അതിൽ IELTS ജനറൽ മൊഡ്യൂളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ 6.5 സ്കോർ ഉണ്ടായിരിക്കണം. ഇനി അക്കാഡമിക് മൊഡ്യൂളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അക്കാഡമിക് മൊഡ്യൂളിൽ ഓവറോൾ 6 സ്കോർ ഉണ്ടായിരിക്കണം. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രിയോ PhD ഉണ്ടെങ്കിൽ പ്രിഫറൻസ് കിട്ടും. പിന്നെ നിങ്ങൾ സ്കൂൾ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നൽകേണ്ടത്. കോളേജ് ലെവൽ എക്സ്പീരിയൻസ് ഇവരിവിടെ അങ്ങനെ പരിഗണിക്കാറില്ല. അപ്പോൾ അതുകൂടാതെ ഇന്റർനാഷണൽ കരിക്കുലം പഠിപ്പിക്കുന്ന സ്കൂളുകളിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയേറെ പ്രിഫറൻസ് നൽകും. അപ്പം നിങ്ങൾ എലിജിബിൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ അപ്ലൈ നൗ ഓപ്ഷൻ വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി വേറെ ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണെന്ന് നോക്കാം. അപ്പം ഇവിടെ ബയോളജി ടീച്ചർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം
അപ്പം ഈ പേജ് ലോഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം താഴോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡിഗ്രിയാണ് ഇതിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. ഈ ഡിഗ്രി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബയോളജി ടീച്ചർ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നേരത്തെ പറഞ്ഞതുകൂട്ട് തന്നെ എക്സ്പീരിയൻസും പിന്നെ BEd ഒക്കെ ഉള്ളവർക്ക് 2 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും നിർബന്ധമാണ്. BEd ഇല്ലാത്തവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ലക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ CV സ്ക്രീനിനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞതുകൂട്ട് തന്നെ ടീച്ചിങ് ലൈസൻസിന്റെ കാര്യം സെയിം തന്നെയാണ്. അപ്പം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് മാത്തമാറ്റിക്സ് ടീച്ചർ ഉണ്ട്, അതിന്റെ റിക്വയർമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പാനിഷ് ടീച്ചർ ഉണ്ട്. സ്പാനിഷ് ടീച്ചർ നമുക്ക് നാട്ടിലുള്ള സ്പാനിഷ് ഡിഗ്രി ഒക്കെ ചെയ്തവർ വളരെ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള സ്പാനിഷ് ലാംഗ്വേജിൽ ഡിഗ്രി ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ സ്പാനിഷ് ടീച്ചേഴ്സ് ഒന്നും അധികം കാണാറില്ല. അപ്പോൾ നമുക്ക് അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റി ഫിസിക്സ് ടീച്ചറാണ്. ഫിസിക്സ് ടീച്ചറിനും ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ട് തന്നെയാണ് റിക്വയർമെന്റ്. ഫിസിക്സിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഈ റിക്വയർമെന്റുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കുക. ഈ റിക്വയർമെന്റുകളും എല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് BEd ഇല്ല എങ്കിലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ചിലപ്പം ലക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ CV സ്ക്രീനിനാകാനുള്ള സാധ്യതയുണ്ട്. UAE മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിൽ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് ജോബ് ഓപ്പർച്യൂണിറ്റീസിന് അപ്ലൈ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് careers.esc.gov.ae എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വെബ്സൈറ്റിലേക്ക് കയറിയതിനു ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണാം. ഒന്ന് ലോഗിൻ ഓപ്ഷനും 2 സൈൻ അപ്പ് ഓപ്ഷനും. നിങ്ങൾ ആദ്യമായിട്ടാണ് UAE മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കരിയർ പോർട്ടൽ സന്ദർശിക്കുന്നതെങ്കിൽ സൈൻ അപ്പ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ലിങ്ക്ഡിൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിലുകൾ തന്നിട്ടുണ്ട്. ആ ഡീറ്റെയിലുകൾ ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ നേരത്തെ ടീച്ചിങ് ജോബ്സിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്താവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയതിനു ശേഷം അതിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം നിങ്ങളുടെ പ്രൊഫൈൽ ഫില്ല് ചെയ്യണം. അതിനുശേഷം ഒരു CV എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ CV എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് നിങ്ങൾക്ക് കവർ ലെറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കവർ ലെറ്റർ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സബ്ജക്ട് ഏതാണോ ആ സബ്ജക്റ്റിലേക്കുള്ള അല്ലെങ്കിൽ ആ ടീച്ചിങ് പൊസിഷനിലേക്കുള്ള ഒരു കവർ ലെറ്റർ നിങ്ങൾ തയ്യാറാക്കി കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കവർ ലെറ്റർ തയ്യാറാക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ 100% കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ജോബ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കറന്റ് MOയിൽ അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങളിപ്പോൾ ഫിസിക്സ് ടീച്ചർ പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കവർ ലെറ്റർ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങൾ നേരത്തെ കവർ ലെറ്റർ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കവർ ലെറ്റർ അവിടെ അറ്റാച്ച് ചെയ്യുകയും നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുകയും ചെയ്യും. MOയുടെ കരിയർ പോർട്ടലിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെയും റിക്വയർമെന്റുകൾ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ CV സ്ക്രീനിനാവുകയും നിങ്ങൾക്ക് MOയിൽ നിന്ന് ഒരു ഇമെയിൽ ലഭിക്കുകയും ചെയ്യും. ആ ഇമെയിലിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രോസസ് എന്താണെന്ന് ക്ലിയർലി അവർ പറഞ്ഞിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ CV സെലക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. റിട്ടേൺ ടെസ്റ്റിന് ശേഷം ഇന്റർവ്യൂ. അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ സെലക്ഷൻ പ്രോസസ്സും. ഈ വർഷത്തെ സെലക്ഷൻ പ്രോസസ്സ് ചിലപ്പോൾ സെയിം ആകാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ആകാം. നിങ്ങളുടെ CV സ്ക്രീനിനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അവർ അറിയിക്കുന്നതാണ്.
നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ നിങ്ങളുടെ ഇന്റർവ്യൂവും നിങ്ങളുടെ റിട്ടേൺ ടെസ്റ്റും എല്ലാം ഓൺലൈൻ ആയിട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ജോബ് ഓഫറുമായിട്ട് നിങ്ങൾക്ക് UAE വരാൻ സാധിക്കും. MOയിൽ കറന്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 16,000 AED പെർ മന്ത് ആണ്. അതായത് നാട്ടിൽ ഏകദേശം 3,77,000 രൂപ പ്രതിമാസം. നാട്ടിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ടീച്ചർ ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.